എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എക്സാമൊക്കെ എങ്ങനെ പോകുന്നു? എക്സാമിൻ്റെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കവായി ജേർണൽ സെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ വരച്ചെടുക്കാനുള്ള മടി കൊണ്ട് നമ്മുടെ പേപ്പർ കോപ്പി ആപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ പെൻസിൽ വെച്ച് വരച്ചതിൻ്റെ മുകളിൽ നമ്മൾ ജെൽ പെൻ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ പെൻസിൽ വെച്ച് മറിച്ചേക്ക് ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നു. പിന്നെ കളറൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നോർമലി സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യുന്ന തന്നെ ഇത്തിരി വൈറ്റ് സ്പേസ് വിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് അതും ഒരു ഇത്തിരി സ്പേസ് വിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ സ്റ്റിക്കേഴ്സ് റെഡി ആട്ടോ. നിങ്ങൾക്ക് ഈ ജേർണലിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ അറിയാമായിരിക്കുമല്ലോ. നമുക്ക് ഈ എക്സാം പോലെയുള്ള ടൈമിൽ സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിൽ ഒരു പേപ്പറോ ബുക്കോ എടുത്ത് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എഴുത്തിലൂടെയോ അല്ലെങ്കിൽ വരയിലൂടെയോ ഒക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് വെക്കുന്നതിനാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും അതിന് ഇന്ന തീമൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും എസ്തെറ്റിക് ക്യൂട്ട് എന്നൊക്കെ പറയുന്ന തീമൊന്നല്ല. നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താണോ അതൊന്ന് എഴുതി കുറിച്ച് വെച്ചാൽ മാത്രം മതി. അതൊരു ജേർണലിംഗ് ആയി. അപ്പോൾ ഇനി വല്ലാണ്ട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഓരോ ജേർണലിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആട്ടോ നമ്മളെല്ലാം തന്നെ ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അല്ലാണ്ട് അതിന് വേണ്ടി നമുക്ക് കുറേ ടൈം കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ പീസ് എടുത്ത് ഞാനൊരു ഗ്രിഡ് ലൈൻസിൻ്റെ ഫോമിൽ നമ്മൾ പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ 2 ചെറീസും പിന്നെ ഇടയ്ക്ക് ഒരു ബോയൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പേപ്പറിലും ഞാൻ ഇതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസിൻ്റെ ഫോമാണ് കൊടുക്കുന്നത്. അതിലൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഷെയ്ഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ ലാവണ്ടർ പൂ പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പൂ പോലെ ഒന്നും ഇല്ല, 2 സൈഡിൽ നിന്നും ഇതുപോലെ നമ്മൾ സ്കെച്ച് വെച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മന്ത്ലി ഗിഫ്റ്റിൻ്റെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് വീഡിയോ ആട്ടോ ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു മാസം ഇടുന്ന ലോങ് വീഡിയോസ് കണ്ട് അതിനടിയിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോസിൽ നിന്ന് ഒരു വീഡിയോ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ താഴെയുള്ള ഒരു കമൻറ്റിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. അത് നമ്മൾ ഒരു മാസമല്ല, നമ്മൾ എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പിന്നെ ടോപ്പ് കമൻറ്റർ എന്നുള്ള നമ്മൾ കൊടുക്കാത്തത് എക്സാമിൻ്റെ ഒക്കെ ടൈമാണ്. അപ്പോൾ ടോപ്പ് കമൻറ്റർ ആണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് അത് ഷോർട്സും ലോങ്ങും എല്ലാം കണ്ട് എല്ലാ വീഡിയോയ്ക്കും നമ്മൾ ഒന്നിക്കൂടുതൽ കമൻറ്റ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ടോപ്പ് കമൻറ്റർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എക്സാമിൻ്റെ ഒക്കെ ഇടയ്ക്ക് അത്രയും വലിയ സ്ട്രെസ്സൊന്നും വേണ്ടാന്ന് വിചാരിച്ചാണ് നമ്മൾ ഒരു ലോങ് വീഡിയോയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു മാസം നമ്മൾ 2-3 ലോങ് വീഡിയോ ഇടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കാണാൻ എളുപ്പമുണ്ട്, കമൻറ്റ് ചെയ്യാനും എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ ഗീവ് അവേ റിസൾട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. മറന്നുപോയവരെ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലോങ് വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. വെറുതെ ഒരു ഗിഫ്റ്റ് കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ പാറ്റേൺ പേപ്പറിലേക്ക് വരാം. നമ്മളിതിപ്പോൾ 4ാമത്തെ പാറ്റേൺ പേപ്പർ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പാറ്റേൺ പേപ്പറിൽ നമ്മൾ ഗ്രിഡ് ലൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല, സിമ്പിളായിട്ട് ഓരോ ഫ്ലവേഴ്സായിട്ട് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 പാറ്റേൺ പേപ്പേഴ്സ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്റ്റാമ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു പേപ്പറിൻ്റെ പീസ് എടുത്ത് നിങ്ങൾക്ക് ഏത് സൈസിലേക്കാണ് വേണ്ടത് ആ സൈസിലേക്ക് നമ്മുടെ വൈറ്റ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അതിനെ 4ആക്കി ഒന്ന് മടക്കി അതിനുള്ളിൽ ഇതുപോലെ ഒരു ബോക്സായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫോം വെച്ച് ട്രേസ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കളർ കൊടുക്കുക. ഞാനിവിടെ കളർ കൊടുത്ത് നമ്മൾ ആ വരച്ച ബോക്സിനുള്ളിലും കളർ കൊടുത്ത് പിന്നെ ഒരു ബ്ലാക്ക് പെൻ വെച്ച് ഇതുപോലെ നമ്മൾ ഡോട്ടഡ് ലൈൻസും വരച്ചു കൊടുത്തു. ഇനി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ഇത്തിരി ക്യാപ്പിട്ട് ഒരു വേവി ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു വി ഷേപ്പിലോ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് ഓരോ ഹോൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റാമ്പും റെഡിയായി. ഇനി നമുക്ക് അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഉണ്ടാക്കേണ്ടത് ഇതുപോലത്തെ നമുക്ക് കുറച്ച് നോട്ട് പാഡാണ്. നോട്ട് പാഡോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റോ മെമോ പാഡോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ ഈ ജേർണലിംഗ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ ഇതാണ്. അതൊരു പിങ്ക് കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിൽ നമ്മൾ സ്ട്രോബെറിയും ഇനിയൊരു മിൽക്ക് ഷേക്കിൻ്റെ ബോക്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2ാമത്തെ പേപ്പറിൽ നമ്മളൊരു ബ്ലൂ തീമാണ് കൊണ്ടുവന്നേക്കുന്നത്. അതിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സാണ് വരച്ചു കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വരയ്ക്കാം. നമ്മുടെ പിൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേ റെഫറൻസ് കിട്ടും. നിങ്ങൾക്ക് വേണേൽ കവായി നോട്ട് പാഡ് അല്ലെങ്കിൽ മെമോ പാഡ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫോം വെച്ച് ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 എണ്ണം കഴിഞ്ഞു. 3ാമത്തേലും നമ്മൾ ഇതുപോലെ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനോ കൊടുത്ത് ഞാൻ എല്ലാത്തിലും തന്നെ പെൻസിലാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളർ പെൻസിൽ അല്ലെങ്കിൽ സ്കെച്ചോ അല്ലെങ്കിൽ ക്രയോൺസോ എന്തിലാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ച് തന്നെ വരച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് ഓരോന്നുണ്ടാക്കി എടുത്താൽ മതി കേട്ടോ.
നമ്മൾ ശരിക്കും മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇതുപോലെയൊക്കെയുള്ളത് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ആരെയും ബോധിപ്പിക്കാനല്ലല്ലോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു പേന മാത്രം ഉള്ളെങ്കിൽ അത് തന്നെ ധാരാളം. പേന വെച്ച് എഴുതുകയും ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ വരച്ചും വെക്കാം. അതിപ്പോൾ കളർ കൊടുക്കണം, ഡിസൈൻ ചെയ്യണം, ഇന്ന തീം വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ മാത്രം നിങ്ങൾ ബോധിപ്പിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ജേണലും കൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആവണം, നിങ്ങൾ ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ് ഇതാ നമ്മുടെ നോട്ട് പാഡിൻ്റെ ഡിസൈൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കവായ് ജേണൽ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ഡിസൈൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായ എന്ന് പറയുന്നതിൽ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ മന്ത്ലി ഗിഫ്റ്റിൻ്റെ കാര്യം പറയണ്ട, നിങ്ങളുടെ മൈൻഡിൽ എന്താണ് വരുന്നത് അത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.